ചിലതൊക്കെ റിയൽ ആണ്. ദീസ് ആർ റിയൽ. സ്വീഡിഷിൽ ഹലോ എന്നാണ് അതിൻ്റെ മീനിങ്. Hello everyone, welcome back. So I am on the way to IKEA today. Today is a really good day weather-wise. ചെറിയൊരു തണുപ്പുണ്ട്, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഐക്യ എന്ന് പറയുന്നത് ഗേറ്റ്സ് ഹെഡിലാണുള്ളത്, വിച്ച് ഇസ് അറൌണ്ട് 45 minutes ഓഫ് ഡ്രൈവിംഗ് ടൈം. അതേപോലെ സെക്കൻഡ് ക്ലോസസ്റ്റ് ലീഡ്സിലാണുള്ളത്, വിച്ച് ഇസ് അപ്രോക്സിമറ്റ്ലി 1 hour 15 minutes. പിന്നെ തേർഡ് ക്ലോസസ്റ്റ് ഉള്ളത് ഷെഫീൽഡിലാണ്, വിച്ച് ഇസ് അറൌണ്ട് 1 hour 30 minutes ഡ്രൈവ്. അപ്പം ഒബ്വിയസ്ലി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗേറ്റ്സ് ഹെഡിലുള്ള ഐക്യയിലാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇത്രയും കാലം ഇതിനെ ഐക്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, വിച്ച് ഇസ് നോട്ട് റോങ് ആക്ച്വലി. റീസെൻ്റ്ലി ഒരു ആഡ് കണ്ടപ്പോഴാണ് വേറൊരു പ്രൊനൗൺസിയേഷൻ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ഗൂഗിൾ എടുത്ത് നോക്കാം, ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റാണോ എന്ന് അറിയത്തില്ലല്ലോ. സോ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ, ബിക്കോസ് ഐക്യ ഇസ് എ സ്വീഡിഷ് കമ്പനി, അവിടുത്തെ ഒരു പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഇക്യ എന്നാണ്. പക്ഷേ ജനറലി നോക്കുവാണെങ്കിൽ US-ലാണെങ്കിലും വേറെ ഇംഗ്ലീഷ് കൺട്രീസിലൊക്കെ ഐക്യ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. സോ ഇക്യ പറഞ്ഞാലും ഐക്യ പറഞ്ഞാലും രണ്ടും കറക്റ്റ് തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുള്ളത് ബാംഗ്ലൂരിലുള്ള ഐക്യയിലാണ്. അതിനു മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലുള്ള ഐക്യയിൽ പോയിട്ടുണ്ട്, ഞാൻ അവിടെ ആയിരുന്നപ്പം. പിന്നെ ഏറ്റവും റീസെൻ്റായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് ബാംഗ്ലൂരിലുള്ള ഐക്യയിൽ പോയ ഒരു കാര്യമാണ്. അവിടെ ഭയങ്കര നല്ലതായിരുന്നു, വെരി ബിഗ് പ്ലേസ് ആയിരുന്നു. ഒരു 1 full day ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു വിത്ത് ഫാമിലി. അവിടെ നിന്ന് ഫുഡും കഴിച്ചു, എല്ലാം നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. UK-യിൽ ആദ്യമായിട്ടാണ് ഐക്യയിൽ കയറാൻ പോകുന്നത്. അപ്പം ഇതൊരു കമ്പാരിസൺ പോലെയാണ് എനിക്ക് തോന്നുന്നത്, ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇവിടുത്തെ ക്വാളിറ്റി, പ്രൈസിങ്, ഫർണിച്ചർ, ഓപ്ഷൻസ് എല്ലാം നോക്കിയിട്ട് ഇസ് ഇറ്റ് വർത്ത് കമ്മിങ് ടു ഐക്യ ആൻഡ് ഗെറ്റിംഗ് സ്റ്റഫ് ഫ്രം ഹിയർ, അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. Where are we? IKEA. Place. IKEA. IKEA. There's so many things and there's this playground. Our playground section. സോ ഷോറൂമിൻ്റെ എൻട്രൻസിൽ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മോഡേൺ കിച്ചൺ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് എല്ലാത്തിനും സെപ്പറേറ്റ് ഷെൽഫ്സ്, ക്യാബിനറ്റ്സ്, എല്ലാത്തിനും സെപ്പറേറ്റ് സെക്ഷൻസ്. ലൈക്ക് ഫോർ കട്ടിംഗ് ബോർഡ് തന്നെ ഒരു സ്പെഷ്യൽ സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഈ ഡിസൈൻ ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓപ്ഷൻ വഴി ഒരു ഐക്യ സ്പെഷ്യലിസ്റ്റിൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവരൊരു 3D ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് തരും, ഫോർ വിച്ച് യു ക്യാൻ റിസീവ് എ കംപ്ലീറ്റ് കോട്ട് ആസ് വെൽ. ഹൗ ടു ഷോപ്പ് അറ്റ് ഐക്യ ഗേറ്റ്സ് ഹെഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മാപ്പ്. പിന്നെ ബെനിഫിറ്റ്സ് ആൻഡ് റിവാർഡ്സിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഐക്യ ഫാമിലി. ഇത് കണ്ടോ, ഹേ ആണ്, ഇറ്റ്സ് സ്പെല്ലിംഗ് HEJ ആണുള്ളത്. ഇത് സ്വീഡിഷിൽ ഹലോ എന്നാണ് അതിൻ്റെ മീനിങ്. ചപ്പാത്തി പരത്തുന്നു. കോമ്പിനേഷൻ പ്രൈസ് 9368. പ്രൈസ് കാണിക്കും. ഈ കിച്ചണിൻ്റെ പ്രൈസാണ് 9368. ഇത് സെപ്പറേറ്റ് ആയിട്ടും മേടിക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ പോട്ടഡ് പ്ലാന്റ് ഇതിന് 5 pounds ഉണ്ട്. 1 മണിക്കൂർ. ഇത് കിഡ്സ് റൂമാ അല്ലേ? കിഡ്സ് റൂമിന് എത്രയും ഭംഗിയാണ്. Oh, you love it? Do you love it?
ഈ ചെയറിന് 150 പൗണ്ട്. എടോ കോഫി ടേബിളിന് വലിയ പ്രൈസ് ഇല്ല, 50 ഉള്ളൂ. ഇതിന് 50 ഉള്ളൂ. സോ ആസ് യു ക്യാൻ സീ ലെവൽ 1-ലുള്ളത് മൊത്തം കിച്ചൺ സെറ്റപ്പ് ആൻഡ് ബെഡ്റൂംസ് അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള പല ടൈപ്പിലെ റൂംസ്, ദാറ്റ് ഈസ് കളേഴ്സ്, ലൈറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ വാം ലൈറ്റ്സ് ഒക്കെ ഉള്ള റൂംസാണ് ഇഷ്ടം. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റൂംസ് അതൊക്കെയാണ് എനിക്ക് എൻ്റെ പ്രിഫറൻസ്. ഈ ഇതേപോലെ ഡാർക്കായിട്ടുള്ള റൂംസ് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു ഹോണ്ടഡ് ഫീലിംഗ് പോലെ തോന്നും. അപ്പോൾ ഐ ഡോണ്ട് പ്രിഫർ റൂംസ് ദാറ്റ് ലുക്ക് ലൈക്ക് വാൾസൊക്കെ മെറൂൺ ടൈപ്പൊക്കെ ഉള്ള വാൾസ്. പക്ഷേ എൻ്റെ പ്രിഫറൻസ് ഈ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള വാം ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള റൂംസാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതിനൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ പ്രൈസ് 139, ഇത് 199. ഓരോ ചെയറിനും ഓരോ പ്രൈസാണ്. പിന്നെ ഇങ്ങോട്ടുള്ളത് പ്ലാന്റ്സിൻ്റെ ഒക്കെ സെക്ഷനാണുള്ളത്. ഉണ്ടല്ലേ, ഇത് ഈ കമ്പ്യൂട്ടർ ഗെയിമിംഗ് ചെയർസൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ദിസ് ഇസ് ഗെയിമിംഗ് ചെയർ. This gaming chair is 60 pounds. Christmas wreath which is 17 pounds. But ഭയങ്കര ഗ്ലോസി ഫിനിഷ് ഷേപ്പിൻ്റെ ഒരു റീത്താണുള്ളത്. This is a very unique color combination used in this kitchen which makes it look really royal and rich. ബട്ട് അഗൈൻ എനിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലൈറ്റർ കളേഴ്സാണ് കിച്ചണിൽ ഇഷ്ടം. ലൈക്ക് ഇമാജിൻ ഇഫ് ദിസ് വാസ് മൈ കിച്ചൺ, രാത്രി ഇഫ് സപ്പോസ് എനിക്ക് വിശക്കുവാണെങ്കിൽ കിച്ചണിലോട്ട് ഇറങ്ങി വന്ന് ഫുഡ് വല്ലതും എടുക്കാൻ എനിക്ക് ചെറിയൊരു പേടി കാണും. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദിസ് വാസ് മൈ കിച്ചൺ ഐ വുഡ് ഡെഫിനറ്റ്ലി കം ഡൗൺ ആൻഡ് ഹാവ് സം ഫുഡ് വിതൗട്ട് എനി ഫിയർ. ഈ ഒരു കിച്ചൺ സെറ്റപ്പ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ക്ലാസി കോമ്പിനേഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഈ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ വാളിലും പിന്നെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. ആൻഡ് ഐ ജസ്റ്റ് ലവ് ദ ബിഗ് ക്ലോക്ക് ഓൺ ദ വാൾ. ഇതിനകത്ത് മൊത്തത്തിലൊരു വീട് പോലെയാണ്. ഇവിടെ ബെഡ്റൂമുണ്ട്, പിന്നെ ബെഡ്റൂം, പിന്നെ ഇവിടെ ബാത്റൂം, ഇവിടെ കിച്ചണുണ്ട്. ദിസ് ഈസ് ദി കിച്ചൺ. പിന്നെ ഇറ്റ്സ് ലൈക്ക് ഒരു ഹാൾ പോലെ, ലിവിങ് ഏരിയ പോലെ. പിന്നെ ഇവിടെ കിച്ചൻ്റെ ക്യാബിനറ്റ്സ് ആൻഡ് ഓൾ ഒരു ഓപ്പൺ കിച്ചൺ പോലെ, ഓപ്പൺ ക്യാബിനറ്റ്സ് ആ ഒരു രീതിയിലാണ് വെച്ചേക്കുന്നത്. ഐ ലവ് ദീസ് കൈൻഡ്സ് ഓഫ് കിച്ചൺസ്. പിന്നെ ഇവിടെയും കുറേ ടൈപ്പിലെ ഓവൻസും ജസ്റ്റ് അത് മാത്രമായിട്ടുള്ളതൊക്കെ ഉണ്ട്. ദീസ് ആർ ഫ്രിഡ്ജസ്, വലിയ വലിയ ഫ്രിഡ്ജ്, പല ടൈപ്പിലെ മൈക്രോവേവ്സ്, യുട്ടൻസിൽസ്, എല്ലാ സാധനമുണ്ട്. ഓക്കെ, ഇവിടെയാണ് മാപ്പ് ഉള്ളത്. ഞാൻ ആ സെയിം സാധനത്തിൽ തന്നെ കറങ്ങി നടക്കുവാണെന്ന് തോന്നുന്നു. ഞാൻ എവിടെയാണുള്ളതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. 5-ലാണ്. ഐ എം ഹിയർ. കണ്ട, കിച്ചണിലാണുള്ളത്. എനിക്ക് ആൻഡ് ഇവിടെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ക്യാബിനറ്റ്സ്. ഓക്കെ, ഹോൾവേസ് സ്റ്റാർട്ടിങ് ഫ്രം 9 തൊട്ട്
ഇവിടെയാണുള്ളത്. ഒരു പൗണ്ടിന് ബോട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ നടന്ന് ടോയ്ലറ്റ്സിൻ്റെയും പിന്നെ കഫേ ഏരിയ ഉള്ള സ്ഥലത്തേക്ക്, റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലത്തേക്ക് എത്തി. ഇതൊരു സ്വീഡിഷ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ ക്യൂ അപ്പ് ആയിട്ട് ആൾക്കാർ നിൽക്കുകയാണ് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. മിറേഴ്സ്. അപ്പോൾ ഇതിന് ദിസ് ഈസ് ആക്ച്വലി 40. അവരത് കട്ട് ചെയ്തിട്ട് ദെവ് പുട്ട് 25. 40 എന്നുള്ള സാധനം കട്ട് ചെയ്തിട്ട് ദെവ് പുട്ട് 25. ആൻഡ് ദിസ് ഇസ് എ ഫുൾ സൈസ് മിറർ. ഇറ്റ്സ് 60. പിന്നെ വി ഹാവ് 90 പൗണ്ട്സിൻ്റെ മിററുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ബിഗ് ഹ്യൂജ് മിറേഴ്സ്. ഹ്യൂജ് മിററിന് ഇറ്റ്സ് 129 pounds. 60 pounds. 40. This is 40. പിന്നെ ഇത് ഗാർലിക് ക്രഷ് ചെയ്യൂലേ, ക്രഷ് ചെയ്തിട്ട് അതിങ്ങനെ ഇങ്ങനെ വരും. ജ്യൂസ് അടിക്കാൻ. ജ്യൂസ് അല്ല, ഇതാ പ്ലാസ്റ്റിക്. ക്ലോസ് ചെയ്യാൻ പറ്റുന്നതേ ഇവിടെ ഉണ്ട്, കണ്ട. ഇതൊക്കെ 39 ആണ്. 39 നല്ല അടിപൊളി. പ്ലേറ്റ്സ്. ഓരോ പ്ലേറ്റിന് ഓരോ പൗണ്ട് വെച്ചിട്ടാണ് പ്രൈസ്, വിച്ച് ഇസ് ഓക്കെ ആക്ച്വലി. ചിലതിൽ ഓരോ പ്ലേറ്റിന് 2 pounds, ഓരോ പ്ലേറ്റിന് 4 pound അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ ചാരിറ്റി ഷോപ്പിൽ പോയപ്പം ഒരു സെറ്റ് പാത്രത്തിന് ഇതേപോലൊക്കെ തന്നെ ഇരിക്കും. ഒരു സെറ്റ് പാത്രത്തിന് 1.75, 1.75 ആയിരുന്നു. അതൊക്കെ മതിയല്ല. എന്നിട്ട് അതിനകത്ത് ട്രീയുടെ പിക്ചർ ഉണ്ടായിരുന്നു. വാങ്ങിയില്ല, ബട്ട് ഒരു സെറ്റ് എന്നുവെച്ചാൽ 6 പാത്രം ഉണ്ടായിരുന്നു അതിനകത്ത്. അതിനായിരുന്നു 1.75. ഫുഡ് കഴിച്ചാൽ പോലെ. ഇറ്റ്സ് ഓക്കെ. ഇവിടെ കേർട്ടൻസ്, മാറ്റ്സ്, പില്ലോസ്, റഗ്സ്, റണ്ണേഴ്സ് അതൊക്കെയാണ് പല സൈസിലുള്ള. പിന്നെ വീട്ടിലെ ലൈക്ക് വെൽക്കം മാറ്റും, പിന്നെ സോഫയുടെ മേലിൽ കൂടെ ഇടുന്ന സാധനം, അങ്ങനത്തെ ഒക്കെ ഉള്ള ബാത്റൂം. ഗുഡ് ബാത്റൂം. വാവ്, എൻ്റെ ഫേവററ്റ് സെക്ഷൻ എത്തിയിട്ടുണ്ട്. ലൈറ്റ്സ്, ലാംപ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലവേഴ്സിൻ്റെ സെക്ഷനാണിത്. ദീസ് ആർ ഫേക്ക് ഫ്ലവേഴ്സ്. ഇത് സ്മെല്ല് വരുന്നത് ഞാൻ പറഞ്ഞുതരാം, ക്യാൻഡിൽസിൽ നിന്നാണ്. ഇവിടെ അടുത്ത് തന്നെ ക്യാൻഡിൽസിൻ്റെ സെക്ഷനുണ്ട്. ആൻഡ് പോപ്പുറി എന്നാണ് ഈ അടിപൊളി സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഫേക്ക് പ്ലാന്റ്സ് ആണ്, ഇത് നോട്ട് റിയൽ. ചിലതൊക്കെ റിയൽ ആണ്. ദീസ് ആർ റിയൽ. എന്താ മോനെ പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. കോക്കനട്ട്സ് ആണോ? സത്യം. ഫേക്ക് പ്ലാന്റ്സ് ഉണ്ട്, റിയൽ പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫേക്ക് ആൻഡ് റിയൽ ആയിട്ട് എല്ലാം ഉണ്ട്. ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. എണ്ണമായി നടന്നാണ് പോകുന്നത്. ഒരു
എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല എനിക്ക്. നമ്മളൊരു B&Qലൊക്കെ വന്ന ഒരു ഫീൽ, അല്ലാണ്ട് B&Qവും ഇതേപോലൊക്കെ തന്നെയല്ലേ. ഐ ഡോണ്ട് നോ, എനിക്ക് തോന്നുന്നതാണോ എന്താണെന്നറിയില്ല, ഒരു സുഖമില്ലാത്ത. ഇതാ ഇവിടെ നോക്കൂ, ഇതാ അവർ ലോവസ്റ്റ് പ്രൈസ്. ഈ ഒരു ടേബിളിന് ഇതാ ഇത് ഗുഡാണ്, കോഫി ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് ഫില്ലിങ്. അത് കേടായില്ലേ? ഗുഡ് ടേബിൾ 10 പൗണ്ട്, അത് 7 പൗണ്ടേ ഉള്ളൂ. വൈ അയാൻ, വൈ? എടുക്കണ്ട. Yeah, how much? Read. 2 and 1 and 9. Good. Ayan's favorite section. Ooh, what's that? Aspirin. Which one you want? I like chocolate. Take it. Have it. എനിക്ക് ഷെയർ ചെയ്യോ മോനെ? ഷെയർ ചെയ്യോ അയാൻ? But why? നോ? ഓ ഓക്കെ. അങ്ങനത്തെ ബില്ലിയാണ്. എനിക്കും ഒരെണ്ണം എടുക്കും. ചോക്ലേറ്റ് ഉണ്ട്. സ്പൂൺ അതിനകത്തുണ്ട് മോനെ, അതിനകത്തുണ്ട്. വാട്ട്സ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ്? Thank you. Bye. Good boy. You have a family car? കഴിഞ്ഞോ? There you go. കഴിഞ്ഞു. Wait. Do you have a family car? No. No. There you go. Thank you. There you Thank go. you. Thank you. വണ്ടിയിൽ പോയിട്ട് ഓക്കെ. Customer service. So we've reached the end of this video. അപ്പോൾ ഇൻ കമ്പാരിസൺ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലെ ഐക്കയാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. വേറെ ഒന്നും അല്ല, ഐ ഫീൽ ലൈക്ക് ഇറ്റ് വാസ് മച്ച് ബിഗർ ആൻഡ് മോർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു 1 full day വർത്ത് ആയിരുന്നു അവിടെ സ്പെൻഡ് ചെയ്തത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 1 or 2 hours മതി മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൈസിങ് ആണെങ്കിലും എനിക്ക് ചെറുതായിട്ടൊന്ന് ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് തോന്നി. ചെറുതായിട്ടല്ല, നല്ല ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി എനിക്ക്. ബട്ട് യെസ്, ഗേറ്റ് സൈഡ് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രാവശ്യം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു ഗുഡ് ഓപ്ഷൻ ആയിരിക്കും. സോ ഇഫ് ഐ ഹാഡ് ടു റേറ്റ് ദിസ് ഷോറൂം, ഐ വുഡ് സേ ഇറ്റ്സ് ലൈക്ക് a 5 on 10 and the one in Bangalore would be like 8 or 9. Above, that's all in this video. I hope you guys enjoyed watching this video. If you did, then please do subscribe to my channel. Please do like, share and comment as well. So until I see you next time in another video, bye bye, see you, take care.